ഹായ്, എല്ലാവർക്കും പഠിക്കാം രസിക്കാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. 3ാം ക്ലാസ്സിൻ്റെ മലയാളം വർക്ക്ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ തോട്ടം എന്നുള്ളൊരു കവിതയെ ആസ്പദമാക്കിയിട്ടാണല്ലോ ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ തോട്ടം എന്ന കവിത എഴുതിയതാരാണ്? AV ശ്രീകണ്ഠ പൊതുവാൾ. അത് അപ്പോൾ ഒന്ന് പഠിച്ചോളൂ. കുട്ടികൾക്ക് അങ്ങനെ ശ്രീകണ്ഠ പൊതുവാൾ എന്നൊക്കെ ഇപ്പോൾ എഴുതാൻ കിട്ടണമെന്നില്ല. അപ്പോൾ അതൊന്ന് എഴുതി പഠിപ്പിക്കുക കേട്ടോ പേര്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങളും വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. വെള്ളരി വള്ളി തല താഴ്ത്തി നിൽക്കുന്നത് സങ്കടം കൊണ്ടാണെന്ന് കവി പറയുന്നു. എന്താവാം കാരണം? കർഷകൻ്റെ ഭാര്യ ചെടികളെ നനയ്ക്കാനായി തോട്ടത്തിലെത്താൻ വൈകിയാലാണ് വെള്ളരി വള്ളികൾ സങ്കടത്താൽ തല താഴ്ത്തി നിൽക്കുന്നത്. തീ പിടിച്ച പോലുള്ള വെയിൽ എന്നാൽ എന്താണ്? കാഠിന്യമേറിയ വെയിൽ. അതായത് തീ പിടിച്ച പോലെ, അത്രയ്ക്ക് ചൂടാണല്ലോ, അതുകൊണ്ടാണ് കാഠിന്യമേറിയ വെയിൽ. കാഠിന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ശക്തിയുള്ള, നമുക്കിപ്പോൾ താങ്ങാൻ പോലും പറ്റാത്ത അത്രയ്ക്കുള്ള വെയിൽ. വാനത്തിൻ്റെ വലിയ വയൽ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ആകാശത്തെയാണ്. വാനത്തിൻ്റെ വലിയ വയൽ, അതായത് നീണ്ടു പരന്നിങ്ങനെ കിടക്കുകയല്ലേ വയൽ പോലെ, അതുകൊണ്ടാണ് ആകാശത്തെ അങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. പൊൻകുറിയിട്ട വെള്ളരി എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളരി വിളഞ്ഞ് പാകമാകുമ്പോൾ അതിനുണ്ടാകുന്ന സ്വർണ്ണ നിറത്തെയാണ് അങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. കവിതയിലെ പുതിയ പദങ്ങളും അവയുടെ പകരം പദങ്ങളും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാർമുകിൽ, കാർമേഘം എന്നാണ് അർത്ഥം. നൂണു കയറുക എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറുക എന്നാണ് അർത്ഥം. വേർപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കില്ലേ, എന്താ അർത്ഥം? വിയർപ്പ്. പിന്നെ വാനം, ആകാശം. വളപ്പ്, പറമ്പ്. ഒത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർന്നത്. ഒത്തതായൻ്റെ കായ്ക്കറിത്തോട്ടം എന്ന് പറയുന്നില്ലേ, എല്ലാം കൂടി ചേർന്നതാണ് കായ്ക്കറിത്തോട്ടം എന്ന് പറയുന്നത്. പിന്നെ ഒരു വരിയില്ലേ, എൻ കുടുംബിനി ചെറ്റു വൈകിച്ചാൽ. കുടുംബിനി എന്ന് പറഞ്ഞാൽ സ്ത്രീ അല്ലെങ്കിൽ കുടുംബനായിക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഇവിടെ കവിയുടെ ഭാര്യ എന്നുള്ള അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചെറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ചെറ്റു വൈകിച്ചാൽ, കുറച്ച് വൈകിയാൽ, കുറച്ച് സമയം വൈകിയാലാണല്ലോ വെള്ളരി വള്ളി തല താഴ്ത്തി നിൽക്കുന്നത്. അപ്പോൾ ചെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച്. ഇനി മാഷൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായത്, ചിങ്ങം 1 കർഷക ദിനമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടുകാരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ചിങ്ങം 1 കർഷക ദിനം. ഇനി അടുത്തൊരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. നിങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നുവെന്നിരിക്കട്ടെ, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം? ചെറുവാക്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു വിവരണം തയ്യാറാക്കുക. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തണം. കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഓരോ ചുമതലകൾ നൽകുക. കൃഷി ചെയ്യാനുള്ള ആയുധങ്ങൾ സംഘടിപ്പിക്കുക. അതിനുശേഷം സ്ഥലം നന്നായി കിളച്ചൊരുക്കുക. ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് നല്ല വിത്തിനങ്ങൾ ശേഖരിക്കുക. ജലലഭ്യത ഉറപ്പാക്കുക. മണ്ണിൽ ചേർക്കുന്നതിനുള്ള ജൈവവളം ശേഖരിക്കുക. വിളകളെ സംരക്ഷിക്കുന്നതിനായിട്ട് വേലി കെട്ടുക. കാരണം വിത്തൊക്കെ അതിൽ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കോഴികളൊക്കെ വന്നത് തിന്നാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് വേലി കെട്ടാൻ പറഞ്ഞത്. ഇനി ഭക്ഷ്യവിളകൾ ഉത്തരമായി വരുന്ന കടങ്കഥകൾ ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അകത്ത് കുത്തുന്നോൻ പുറത്ത് ചിരിക്കുന്നോൻ. ഉത്തരം മുളക്. അകത്ത് രുചിക്കുന്നോൻ പുറത്ത് ചുണക്കുന്നോൻ. നാരങ്ങ. അകത്ത് കെണി പുറത്ത് മുള്ള് ഇടയ്ക്ക് സത്ത്. ചക്ക. അകത്ത് പാല് പുറത്ത് റോഡ് നടുക്ക് കാട്. തേങ്ങ. അകത്ത് ചെമ്പ് പുറത്ത് ചൊറി നടുക്ക് തടി. ഉത്തരം ചേന. അകത്ത് പല്ലിമുട്ട പുറത്ത് പച്ചക്കായ നടുക്ക് വെള്ളക്കായ. ഉത്തരം പപ്പായ. അകലെ പൊട്ടിയ അമിട്ടിനു അരികിൽ കുടവിരിഞ്ഞു. കൂൺ. തലയറിയാതെ തൂങ്ങിയവൻ കടയറിയാതെ കറിയിൽ പടവലം. ചരടോളം വണ്ണത്തിൽ വിരലോളം നീളത്തിൽ 19 പവിഴങ്ങൾ. കുരുമുളക്. കൊല്ലത്തിൽ 3 വല്ലത്തിൽ ചോന്നിറച്ചി. ചേന. കുരുവില്ലാത്ത ചക്ക പഴുക്കും മുമ്പേ പാകമായി. കടച്ചക്ക. അപ്പോൾ ഇത്രയാണ് വർക്ക്. ഓക്കെ, താങ്ക് യു.